ഹായ് ഹലോ. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്ന നേഴ്സറിയിൽ നിന്ന് തന്നെയാണ്. CN15 അംഗൻവാടിയിലാണ് നമ്മുടെ ആദ്യത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികളും രക്ഷകർത്താക്കളും ടീച്ചറും ഒക്കെ ആയിട്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ അടിപൊളിയായി തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും, എല്ലാ മലയാളികളും ലോകത്തെവിടെയാണെങ്കിലും ഒന്നിച്ചു കൂടുന്ന ഒരു ആഘോഷമാണ് ഓണം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു കാലഘട്ടമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ നേഴ്സറിയിലും പുതിയ ടീച്ചറൊക്കെ വന്നിട്ട് എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ ഒരുപോലെ സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഓണാഘോഷ പരിപാടികൾ നടത്തിയത്. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേഴ്സറിയിലെ കുട്ടികൾ മാത്രമല്ല, പഠിച്ചിറങ്ങിപ്പോയ പല കൂട്ടുകാരും ഈ ഓണാഘോഷ പരിപാടിയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അവർക്കും ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഒരു ഉദാഹരണമായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ. പല വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പല രുചികൾ ചേർന്നപ്പോൾ ഓണസദ്യ ഗംഭീരമായിരുന്നു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു ഓണസദ്യ പ്രതീക്ഷിച്ചപ്പോൾ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ അത് വളരെ ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. വളരെ സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും കൂടി ഒത്തുകൂടി. നമ്മുടെ ഒരു പുതിയ ടീച്ചർ വന്ന ശേഷം ആ ഒരു പരിചയക്കുറവ് കാണിക്കാതെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സഹകരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അത്തപ്പൂക്കളമൊക്കെ ഇട്ടു, ഓണക്കളികളൊക്കെ കളിച്ചു. ഞങ്ങൾ കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാവരും കൂടി ഇരുന്ന് ഓണസദ്യയൊക്കെ കഴിച്ച് വളരെ നല്ല സന്തോഷകരമായൊരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. നമ്മുടെ കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ ആദ്യം സദ്യ കഴിക്കാനായിട്ടിരുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞു മക്കൾ അവരിങ്ങനെ ഇലയിൽ ചോറൊക്കെ കഴിക്കുന്നത്. അവരുടെ മുഖത്തും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടായിരിക്കും അവരും ഇതുപോലെ ഇങ്ങനെ ഇലയിലൊക്കെ ചോറ് കഴിക്കുന്നത്. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഓണത്തിനുള്ള ടീച്ചറിൻ്റെ വകയുള്ളൊരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ഇത്രയും വിജയകരമാക്കിയത് നമ്മുടെ ടീച്ചറും ആൻറ്റിയും അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ എല്ലാവരോടും ചേർന്നപ്പോഴത്തേക്കും ഒരു ഓണപ്പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് പറ്റി. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാ പ്രിയ കൂട്ടുകാർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു നല്ലൊരു ഓണക്കാലം ആശംസിക്കുകയാണ്. ഹാപ്പി ഓണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.